പോയി ഒടുക്കം കർണാടക വരെ എത്തി. ഇന്ന് നമുക്ക് കർണാടകയിലെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഉള്ള സാധനങ്ങളെല്ലാം അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചു. സാധനം വാങ്ങി കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു മടിയങ്ങ്. അതെല്ലാം അവസാനം ചീത്തയാവറായപ്പോഴേക്കും അമ്മയുടെ ഇന്ന് കണക്കിന് കിട്ടി. അപ്പം മടിയും പോയി. എന്നാ പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം. എന്നെ ആദ്യമേ ആകർഷിച്ചത് ഇതിന്റെ പേരാണ് ബിസി ബെലെ പാ. കേട്ടിട്ട് ഒരു ഫുഡിന്റെ പേരാൻ തോന്നില്ലല്ലേ? പിന്നെ എനിക്ക് ആകർഷണം തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഇത് കുറെ സാധനങ്ങൾ ഇട്ട് ഉണ്ടാക്കുന്ന അവസാനം ഒരു അവിയല് പരുവത്തി ഇരിക്കും. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ എനിക്ക് ചോറും കറിയും അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പ അമ്മ ചെയ്യുന്നൊരു പരിപാടിയാ മഞ്ഞച്ചോറ്. വലിയ കാര്യമൊന്നുമില്ല. ചോറിൽ മഞ്ഞപ്പൊടിയും സവാളയും തക്കാളിയൊക്കെ ഇട്ട് വരട്ടി തന്നുവിടും. അപ്പൊ കറിയും വേണ്ട. പണ്ടുതൊട്ടേ എനിക്ക് അതിനോട് താല്പര്യം. ഇങ്ങനെ ചോറും കറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതിന് പകരം എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് തരുവാണെങ്കിൽ കഴിക്കാൻ എളുപ്പല്ലേ? അങ്ങനെ സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ ഇന്ന് മഞ്ഞച്ചോറാണ് നിങ്ങാണ് അമ്മമ്മ പറഞ്ഞ ഉച്ചയാവുന്നവരെ ഇങ്ങനെ കാത്തിരിക്കും മഞ്ഞച്ചോറ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ റൈസ്, കേർഡ് റൈസ്, സാമ്പാർ സാദം ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ ചോറും കറിയും സദ്യ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കാരണം ചോറെടുത്ത് കറിയെല്ലാം കൂടെ കുഴച്ച് കഴിക്കുന്ന എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അതെന്തായാലും കാര്യമായി. എനിക്കിത് നന്നായിട്ട് ഇഷ്ടമായി. അപ്പൊ എന്നെ പോലെ ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും.